ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ധ്യാനത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 24 തൊട്ട് 28 വരെയുള്ള വാക്യങ്ങൾ. അതിൽ കുറിവാക്യമായി എടുത്തിരിക്കുന്നത് 24-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. വീണ്ടും നാം ഒരു നോമ്പിന്റെ അനുഭവത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നോമ്പ് ആരംഭിക്കുന്നത് തന്നെ ഒരു നിരപ്പിന്റെ ശുശ്രൂഷയിൽ കൂടിയാണ്. ദൈവം ഒരു വർഷം കൂടി നമ്മെ നിർത്തിയതാണ് ഫലം കായ്ക്കാൻ വേണ്ടി. ഫലം കായ്ച്ചില്ലെങ്കിൽ വെട്ടിക്കളവാൻ അധികാരമുള്ള ഒരു യജമാനന്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. നോമ്പ് ജയത്തിന്റെ അടയാളവും ശത്രുവായ സാത്താന്റെ നേരെ തോൽക്കാത്ത ആയുധവുമാണ് എന്ന് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. കനാവിൽ നിന്നുള്ള തുടങ്ങുന്ന ഈ ജൈത്രയാത്ര അവസാനിക്കുന്നത് കാൽവറിയിലാണ്. അരുമനാഥന്റെ ഈ ക്രൂശ് മരണത്തിലേക്കുള്ള യാത്രയിൽ അവന്റെ ക്രൂശ് എടുത്ത് അവനെ അനുഗമിപ്പാൻ നമുക്ക് ഒരുങ്ങാം. എന്താണ് യഥാർത്ഥ ഉപവാസവും നോമ്പെന്നും യെശയ്യാ പ്രവാചകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യെശയ്യാ 58-ന്റെ 6-ാം വാക്യം ഇങ്ങനെ പറയുന്നു: അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിന്റെ അമ്മിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. എന്നാൽ നമ്മുടെ നോമ്പും ഉപവാസവും എപ്രകാരമുള്ളതാണെന്ന് ശോധന ചെയ്യാം. 50 ദിവസം മത്സ്യമാംസങ്ങൾ ഭക്ഷിക്കാതിരിക്കുക എന്നതാണ് നമ്മുടെ നോമ്പ്. മനുഷ്യന്റെ അകത്ത് ചെല്ലുന്നതൊന്നും അവനെ അശുദ്ധനാക്കുവാൻ കഴിയുകയില്ല. മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്ന അത്രേ അവനെ അശുദ്ധനാക്കുന്നതെന്ന് വിശുദ്ധ മാർക്കോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവസന്നിധിയിൽ ഒന്ന് താഴ്മയോടെ ജീവിപ്പാൻ ഞാൻ എന്ന പാപം കളഞ്ഞ് എൻ്റെ സ്വഭാവത്തെ ഒന്ന് മാറ്റി ഒരു രൂപാന്തരത്തിന്റെ, ഒരു നിരപ്പിന്റെ, ഒരു പുതുക്കത്തിന്റെ അനുഭവത്തിൽ ജീവിപ്പാൻ ഈ നോയമ്പിന്റെ വേളയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരിവീനെന്ന് പ്രവാചകൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. ഹൃദയത്തെ ഒന്ന് കീറി മുറിക്കാൻ, നമ്മെ തന്നെ ഒന്ന് നുറുക്കപ്പെടാൻ, ദൈവകരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ, ദൈവ ഇഷ്ടത്തിനൊന്ന് വിധേയപ്പെടുത്താൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ നമ്മുടെ നോമ്പ് വ്യർത്ഥമായി പോകും എന്ന് ഓർക്കുക. ക്രൂശ് എടുക്കുക എന്നതിൻ്റെ പൊരുൾ എന്താണ്? യേശു ക്രൂശിക്കപ്പെട്ട ക്രൂശ് എടുക്കുക എന്നതല്ല ഇവിടെ അർത്ഥമാക്കുന്നത്. എന്നാലോ ക്രൂശ് എടുത്ത് എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് സ്വന്തം സുഖത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും മൗലിക നിഷേധമാണ്. യേശുവിനെ അനുഗമിക്കുക എന്നാൽ സകല സൃഷ്ടിയുടെയും നന്മയ്ക്കും രക്ഷയ്ക്കും വേണ്ടി സ്വന്തം സുഖങ്ങൾ വെടിഞ്ഞുള്ള യാത്രയിൽ യേശുവിനോടൊപ്പം ചേരുക എന്നാണ് അർത്ഥം. പത്രോസിനെയും അന്ത്രയോസിനെയും യേശു വിളിച്ചപ്പോൾ അവരുടെ ആശ്രയമായിരുന്ന വലയും മീനും മറ്റും വിട്ടിട്ടാണ് യേശുവിനെ അനുഗമിച്ചത്. അതുപോലെ തന്നെ യാക്കോബും യോഹന്നാനും യേശു വിളിച്ചപ്പോൾ തങ്ങളുടെ പ്രിയപ്പെട്ട പിതാവിനെ കൂലിക്കാരോടുകൂടെ വിട്ടിട്ട് അവനെ അനുഗമിക്കുന്നതായിട്ട് നാം സുവിശേഷത്തിൽ വായിക്കുന്നു. അതുപോലെ ബർത്തിമായി എന്ന കുരുടൻ യേശുവിനെ അനുഗമിച്ചപ്പോൾ അവന്റെ ആശ്രയമായിരുന്ന പുതപ്പ് വിട്ടിട്ട് യേശുവിനോടുകൂടെ പോകുന്നതായിട്ട് നാം കാണുന്നു. അങ്ങനെ തന്നെ നാമും നമ്മുടെ പ്രിയപ്പെട്ടതെല്ലാം വർജിച്ചിട്ട് താഴ്മയോടും വിനയത്തോടും യേശുവിനോടൊപ്പം
ആയിരിക്കാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. അവസാനമായി പറയാനുള്ളത്, ദൈവസന്നിധിയിൽ നിരന്തര പ്രാർത്ഥനയോടും കണ്ണുനീരോടും കൂടി നമ്മുടെ സമൂഹത്തിനു വേണ്ടി, ദേശത്തിനു വേണ്ടി, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, എല്ലാറ്റിലുപരി അക്രമത്തിന്റെയും ലഹരിയുടെയും ലോകത്തിലേക്ക് എത്തിപ്പെടുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് കരയാം. നമ്മുടെ കരച്ചിലിനു മുമ്പിൽ അവനെ മറിഞ്ഞിരിപ്പാൻ കഴിയുകയില്ല. യെശയ്യാപ്രവാചകൻ അരുളി ചെയ്യുന്നു, ഇനി കരഞ്ഞുകൊണ്ടിരിക്കേണ്ട, നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തെങ്കിൽ അവന് നിശ്ചയമായിട്ട് കരുണ തോന്നും. അത് കേൾക്കുമ്പോൾ തന്നെ അവൻ ഉത്തരം അരുളും. കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കയില്ല. എത്ര വലിയ വാഗ്ദത്തമാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്ന ആ സ്നേഹത്തിന് മുന്നിൽ നൽകാൻ നമുക്ക് ഒന്നുമില്ല. നമ്മെ തന്നെ ആ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാം. ഈ നോമ്പിന്റെ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ സമർപ്പണ ബോധത്തോടും വിനയത്തോടും താഴ്മയോടും കൂടി ജീവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.